സദൃശ്യവാക്യങ്ങളിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കുന്നത്. 23-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെയും 18-ാമത്തെയും വാക്യമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്ക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. ഈ 23-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ അധ്യായമാണ്. ഇതിൻ്റെ മുകളിലത്തെ വാക്യങ്ങളിൽ ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ എഴുത്തുകാരൻ ആത്മനിയോഗത്തോട് എഴുതുക. സ്തോത്രം. അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ നന്നാകണമെന്നാണ് മുകളിലത്തെ വാക്യത്തിൽ. എന്നാലും സ്തോത്രം, ചില ഭാഗങ്ങൾ അതിനകത്തെ ഒന്ന് പറഞ്ഞേച്ച് ഈ വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ അസൂയപ്പെടരുതെന്നാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ആശയം. 2, നിങ്ങൾ ഇപ്പോഴും യഹോവ ഭക്തിയോടിരിക്കണം. 2, യഹോവ ഭക്തന് പ്രതിഫലം ഉണ്ട്. 3, യഹോവ ഭക്തന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഇത്രയും പ്രസംഗിക്കുമ്പോൾ ദൂത് അവസാനിക്കും. ഈ അധ്യായം വായിക്കാൻ നല്ല അധ്യായമാണ്. എനിക്ക് സദൃശ്യവാക്യം ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനായിട്ട്. സ്തോത്രം. വായിക്കുവാന്നേ അത് വായിച്ചാൽ നമ്മൾ നന്നാകേണ്ട കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നന്നാകാൻ കൊതിക്കുന്നവരൊക്കെ എന്തോ വായിക്കണം? സദൃശ്യവാക്യം വായിക്കണം. നമ്മൾ നോക്കിയേ, ഈ നിങ്ങളൊക്കെ ഇപ്പോൾ സ്തോത്രം പറയുമെന്ന് എനിക്കറിയത്തില്ല. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ ഭോജനപ്രിയര് ആകരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭോജനപ്രിയന് ആകരുത്. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പം 3-ാമത്തെ വാക്യത്തിൽ വയ്ക്കുമ്പം സാധു ഭോജനങ്ങളെ കൊതിക്കുന്നവരാകരുത്. സ്തോത്രം. 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പം ധനവാനാകേണ്ടതിന് പണിപ്പെടരുത്. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പം 5-ാം വാക്യം വിടാം. ദൈവത്തിന് സ്തോത്രം. 6-ാമത്തെ വാക്യം കണ്ണുകടിയുള്ളവൻ്റെ അപ്പം തിന്നരുത്. കണ്ടോ? സ്തോത്രം. അപ്പം ആരെങ്കിലും ഉണ്ടാക്കി വെച്ച് വിളിച്ചാൽ ആ കണ്ണുകടി ഉള്ളവൻ്റെ അപ്പം, അദ്ദേഹം പറഞ്ഞ ഈ വാക്യം സുഖമുള്ള അധ്യായമല്ല, എന്നാലും വേണ്ടികൾ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവത്തിന് സ്തോത്രം. ഈ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ പിന്നെ തിന്നുന്നപ്പം ഛർദ്ദിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് വിടാം. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിച്ചു ചെല്ലുമ്പം നമുക്ക് ദൈവത്തിന് സ്തോത്രം 12-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കണം. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്ക് സമർപ്പിക്കുക. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനത്തിനും സമർപ്പിക്കുക. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല. വടികൊണ്ട് അടിച്ചാൽ ചത്തുപോകത്തില്ല. ബെൽറ്റ് കൊണ്ട് അടിക്കരുത്, വടികൊണ്ടേ അടിക്കാവും. എല്ലാവരും വേണ്ടുന്നില്ല. സ്തോത്രം. ചിലർക്ക് അനുവാദം കിട്ടിയെന്ന് വെച്ച് പിടിപ്പിച്ച് കളയും. സ്തോത്രം. പിന്നെ കിടന്ന് നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല. സ്തോത്രം. ബെൽറ്റ് കൊണ്ട് അടിക്കരുത്, കമ്പി കൊണ്ട് അടിക്കരുത്, പിന്നെന്തുവാ? വടി കൊണ്ട് അടിക്കാം. സ്തോത്രം. ഇവിടെ ഇപ്പം പറയാൻ പറ്റും, പക്ഷേ വെളിയിലൊക്കെ അടിച്ചാൽ അടിക്കുന്ന അപ്പനായാലും അമ്മയായാലും അകത്ത് കിടക്കും. പക്ഷെ ബൈബിള് പറയുന്നത് എന്ത് ചെയ്യുന്ന? സ്തോത്രം. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകത്തില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു തല്ലി കൊടുത്താൽ അവനെ രക്ഷിച്ചെന്ന. അവൻ ചെയ്യുന്നതെല്ലാം എൻ്റെ മോനെല്ലാം കൊള്ളാം. സിഗരറ്റ് വലിച്ചപ്പോഴും പറഞ്ഞു കൊള്ളാം. പിന്നെ കഞ്ചാവ് അടിക്കുമ്പോഴും കൊള്ളാമെന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല. പിന്നെ അവസാനം ഇതില്ലാതെ ഭ്രാന്ത് പിടിക്കുമ്പോൾ പറയും, അയ്യോ ഇപ്പം മോനെ ചികിത്സിക്കണം. അങ്ങനല്ല. പേരൻസിനോട് പറയാം, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയ ശിക്ഷയൊക്കെ കൊടുക്കണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് താഴോട്ട് വായിച്ചു വന്ന് പറയാം, പാപിയോട് എന്ത് ചെയ്യാൻ പാടില്ല? അസൂയപ്പെടാൻ പാടില്ല. ഈ വേദപുസ്തകത്തിൽ അസൂയുള്ള ഒത്തിരി പേരുടെ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. ഞാനതെല്ലാം കൂടെ പ്രസംഗിച്ച ഇന്ന് അസൂയായി പോകും പ്രസംഗം. അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഫെലിസ്ത്യർ ഇസഹാക്കിനോട് അസൂയപ്പെട്ടെന്നാണ്. ഫെലിസ്ത്യർക്ക് ഇസഹാക്കിനോട് എന്തോ ഉണ്ടായി. എന്തുവാ? ദൈവം അനുഗ്രഹിക്കുന്നത് കണ്ട്. അപ്പം നിന്നെ അനുഗ്രഹിച്ചാലും എന്തോ ഉണ്ടാവും, നിന്നോട് അസൂയ ഉണ്ടാവും. പക്ഷെ നിനക്ക് ആരോടും എന്തോ ഉണ്ടാകാൻ പാടില്ല, അസൂയ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരാൾ നല്ല വീട് വെച്ചു, മനോഹരമായിട്ട് അതിന് പാർക്കുക. അപ്പം നമ്മളൊക്കെ പറഞ്ഞു അടിപൊളി വീടാ. പക്ഷെ ആ വീട്ടിൽ കരയേണ്ട ഒരവസ്ഥ വന്നാൽ പറയും, അല്ലേലും അത് ഇച്ചിരി ആവശ്യമായിരുന്നു. ഇപ്പം മിണ്ടുന്നില്ല കേട്ടോ. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ വൈരാഗ്യം ഉണ്ടെങ്കിൽ സ്തോത്രം, ചില അധംപതനങ്ങളും കാണുമ്പം നമ്മൾ ചിരിക്കും. പണ്ട് ഒരു വീട്ടുകാർക്ക് എതിരായി വലിയ കാറ്റ് വന്നപ്പം
ഒരു തെങ്ങ് പിളന്ന് ഒരു വീട്ടുകാരുടെ മണ്ട വീണു. അപ്പൊ ഇപ്പുറത്തെ വീട്ടുകാർ ദൈവത്തിന് സ്തോത്രം, അപ്പുറത്തെ തെങ്ങ് വീണതിന് ഇപ്പുറത്ത് സ്തോത്രം പറയണം. വേണ്ട, മിണ്ടുന്നില്ല. എന്തോ പറയണമെന്ന് അറിയാൻ വയ്യാത്തവര് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, സ്തോത്രം. ഓടി ആ വീട്ടിൽ ചെന്ന് ആ തെങ്ങ് മുറിച്ചു മാറ്റി ആ കഴുക്കോലൊക്കെ നന്നാക്കാൻ പണിയേണ്ട പുള്ളി ഇപ്പുറത്തിരുന്ന് സ്തോത്രം പറയുക. എന്നോട് കളിച്ചപ്പോഴേ അറിയായിരുന്നു തെങ്ങ് വീഴുമെന്ന്. നമുക്ക് ഇടി വെട്ടുവോ കാലൊടിയോ ഒക്കെ ചെയ്താൽ സന്തോഷമാണ്. അങ്ങനല്ല, അസൂയ നിങ്ങൾക്ക് പാടില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, അസൂയ പാടില്ലെന്ന് പറ. അസൂയയുടെ എഫക്റ്റ് അറിയാമോ? അസ്ഥി വരെ ദ്രവിച്ചു പോകുമെന്ന് അസൂയ. എന്തുവാ? അസ്ഥി വരെ. ചിലർ ഉണങ്ങിയതിൻ്റെ ഒക്കെ പിമ്പിലെ കാര്യം അസൂയാണെന്നൊരു സംശയം ഉണ്ട്. ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കുന്നത്. അയ്യോ, വായിച്ചിട്ടില്ല. 14-ാമത്തെ ഇവിടുത്തെ 30-ാമത്തെ വാക്യം, സദൃശ വാക്യം 14:30, 2-ാമത്തെ ഭാഗം. അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. അസൂയ എന്ത് ചെയ്യുന്നു? അസ്ഥികൾക്ക് ദ്രവത്വം. എന്നാൽ 24-1-2 കൂടെ അങ്ങ് വായിച്ചാല്. സ്തോത്രം. അസൂയ ഉള്ളവന് അസ്ഥിക്ക് വരെ എന്തോ ഉണ്ടാവും? ദ്രവത്വം ഉണ്ടാവും. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. ദുഷ്ടന്മാരോട് അസൂയപ്പെടരുത്. അവരോടുകൂടി ഇരിപ്പാൻ ആഗ്രഹിക്കുകയും അരുത്. അവരോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യല്ലേ. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ ഹൃദയം സാഹസം ചിന്തിക്കുന്നു. അവരുടെ അതരം വേണ്ടാദാനം പറയുന്നു. നീ അവരുടെ പോയിരിക്കരുത്. വേണ്ടാദീനം പറയുന്നതിൻ്റെ ഇടയിൽ പോയിരിക്കരുത്. കാരണം നിന്റെ കൂട്ടുകാരൻ അസൂയക്കാരനാകരുത്. ഇതൊക്കെ ശലോമോൻ പഠിപ്പിച്ച് വന്നിട്ട് താഴെ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ ഭക്തന്മാരോട് ദൈവത്തിനൊരു പ്രത്യേക ഫേവറാണ്. സ്തോത്രം. ഭക്തന്മാരോട് ദൈവത്തിന് സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാൻ പറ. സ്തോത്രം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കണ്ട, 1-ാം വാക്യം പഠിക്കുമ്പം ഭക്തനായ യോബിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സ്തോത്രം. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം പഠിക്കുമ്പം ഭക്തി മുറുകെ പിടിക്കുന്ന യോബിനെ കാണാം. സ്തോത്രം. പിന്നെ താഴോട്ട് നമ്മൾ പഠിച്ച് അങ്ങോട്ട് ചെല്ലുമ്പം മഹാഭക്തനായ ഒബദ്യാവിനെ നമുക്ക് കാണാം ബൈബിളിൽ. സ്തോത്രം. ഭക്തനായ കൊർന്നല്യോസിനെ നമുക്ക് വചനത്തിൽ കാണാം. വേദപുസ്തകത്തിൽ അങ്ങനെ ധാരാളം ഭക്തന്മാരുണ്ട്, എണ്ണിയാ തീരാത്ത പോലെ. സ്തോത്രം. ഭക്തിയുടെ ലക്ഷണം എന്തുവാ എന്നൊന്നും ദൈവത്തിന് സ്തോത്രം ഞാൻ പറയുന്നില്ല. 33-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ ചമയ്ക്കുമ്പം അതിന് 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. സ്തോത്രം. ഞാനിവിടെ ദൈവത്തിൻ്റെ ദൂത് പറയാം. നീ ഭക്തിയോടെ ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. പിശാചൊക്കെ നോട്ടം വിടാൻ നോക്കിയൊന്നും നോട്ടം വിടാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ദൃഷ്ടി ഭക്തന്മാരുടെ മേൽ ഇരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പവിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൈവത്തെ ഭക്തിയോടെ വിളിക്കുന്നവന് ഗതികേട് വരാൻ ദൈവം സമ്മതിക്കുകയല്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ ഒരു ഭക്തനാണോ? യോബിന് എത്ര വലിയ കഷ്ടത വന്നേലും അവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടത് ഇരട്ടിയായിട്ട് തിരിച്ചവൻ്റെ കരങ്ങളിൽ ലഭിക്കുവാനിടയായി. ഇനി മെസ്സേജ് കേൾക്കുമ്പോൾ സ്തോത്രം ഒന്ന് മനസ്സിലാക്കിക്കോ, യഹോവയുടെ ദൃഷ്ടി എവിടെ ഉണ്ട്? തൻ്റെ ഭക്തന്മാരുടെ മേലുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വാക്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. 34-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. കണ്ടോ? നിന്നെ ഒതുക്കിക്കളയാൻ എത്രയോ സംഘടിത ശക്തികൾ ദുർമന്ത്രങ്ങളും ദുർശക്തികളും അടിച്ചുവിട്ടിട്ടും നിന്റെ അടുക്കൽ വരാത്തത് എന്നാ? നിനക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുക. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒതുക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും നീ ഭയപ്പെടേണ്ട, നിനക്ക് ചുറ്റും ദൂതന്മാര് കാവലിറങ്ങും. സ്തോത്രം. യാക്കോബ് ഒരിക്കല് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സ്തോത്രം. ഈ ചില സാഹചര്യങ്ങൾ ഉണ്ടായി വരുമ്പം ഓർത്തോണം, തകർക്കാനൊന്നുമല്ല, മറ്റൊരു ലെവലിൽ നിന്നെ അനുഗ്രഹിക്കാനാ. സ്തോത്രം. ചില വാതിൽ അടയുന്നത് തകർക്കാനല്ല, ശ്രേഷ്ഠമേറിയത് തുറക്കാനാ. ഒരാമയും വരുന്നില്ല. എനിക്ക് വേദപുസ്തകത്തില് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനം നിങ്ങളോട് പറയാം. സ്തോത്രം. ആ വചനം ഇതാ. ആ വചനം, ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല.
എന്തുവാ? ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും ഉറപ്പുള്ളവരെ ആമേൻ പറയാവൂ. തുറന്നത് അടയുമോ എന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയാ അടയത്തില്ല. കാരണം അത് ദൈവം തുറന്നതാ.